നമസ്കാരം. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനും പിണറായി വിജയനുമെതിരെ വിമർശനം തുടരുന്ന മുൻ MLA PV അൻവറിനെതിരെ വിമർശനവുമായി CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ലേഖനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി തോറ്റതെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ നിലമ്പൂർ വിധി എഴുതും എന്ന തലക്കെട്ടിലാണ് ലേഖനം. അന്തരിച്ച മുൻ DCC അധ്യക്ഷൻ VV പ്രകാശിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആര്യാടൻ ഷൗക്കത്തിനെതിരായ ഒളിയമ്പാണ്. LDF പിന്തുണയോടെ 2016-ലും 2021-ലും നിലമ്പൂരിൽ നിന്ന് വിജയിച്ച അൻവർ UDF നേതാക്കളുമായി നടത്തിയ ഗൂഢാലോചനയുടെയും വഞ്ചനാപരമായ സമീപനത്തിന്റെയും ഫലമായാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2 തവണ നിയമസഭയിലെത്തിച്ച LDFനെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു അൻവർ. UDFനൊപ്പം ചേർന്ന് അൻവർ നടത്തിയ രാഷ്ട്രീയ വഞ്ചനയ്ക്ക് നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനത വിധി എഴുതുമെന്നും MV ഗോവിന്ദൻ പറയുന്നു. നിലമ്പൂർ വലതുപക്ഷ കോട്ടയല്ല, രാഷ്ട്രീയ വഞ്ചനയ്ക്ക് നിലമ്പൂർ ജനത കൂട്ടുനിൽക്കില്ലെന്ന് നേരത്തെ തെളിയിച്ചതാണ്. നിലമ്പൂരിൽ സർക്കാരിന്റെ ഭരണ മികവ് നേട്ടമാകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ചേലക്കരയിൽ ഇതുപോലെ നിലമ്പൂരും CPM നിലനിർത്തും. 3ാം LDF സർക്കാരിനുള്ള കാഹളമാണ് നിലമ്പൂരിൽ നിന്ന് ഉയരുകയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. MV ഗോവിന്ദന്റെ ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഘടകകക്ഷിയാക്കുക, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റും മന്ത്രിസ്ഥാനവും ഉറപ്പാക്കുക തുടങ്ങി UDFന് എളുപ്പം സ്വീകരിക്കാൻ കഴിയാത്ത ആവശ്യങ്ങളാണ് അൻവർ ഉയർത്തുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മത്സരിക്കുമെന്നാണ് അൻവറിന്റെ ഭീഷണി. പിണറായിയെയും LDFനെയും അപകീർത്തിപ്പെടുത്താൻ തങ്ങൾക്ക് കരുത്താകുമെന്ന് കരുതിയ അൻവർ കീറാമുട്ടിയായി മാറിയെന്ന വികാരമാണ് ഇപ്പോൾ UDFിലുള്ളത്. അയാളെ തള്ളാനും കൊള്ളാനും ആവശ്യപ്പെട്ട് UDFിലും കോൺഗ്രസിലും 2 ചേരി തന്നെ രൂപം കൊള്ളുകയാണ്. ഈ സ്വരച്ചേർച്ചയില്ലായ്മയ്ക്ക് ശക്തി പകർന്നുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതിന്റെ ഫലമായി തോൽക്കുകയും ഫലം വരുന്നതിന് 2 ദിവസം മുമ്പ് ഹൃദയാഘാതമെന്ന് മരിക്കുകയും ചെയ്ത മുൻ DCC പ്രസിഡന്റ് കൂടിയായ VV പ്രകാശിന്റെ പക്ഷക്കാരും കുടുംബവും ഷൗക്കത്തിനെതിരെ തിരിഞ്ഞത്. അച്ഛന്റെ ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരന്റെ മനസ്സിലും എരിയുമെന്ന പ്രകാശിന്റെ മകളുടെ സമൂഹമാധ്യമ പോസ്റ്റും ഷൗക്കത്തിനെതിരായ ഒളിയമ്പായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ ഘട്ടത്തിൽ ജയം ഉറപ്പിക്കാൻ BJPയുമായും മുസ്ലിം മതമൗലികവാദികളുമായും ചേർന്ന് മഴവിൽ സഖ്യം രൂപീകരിക്കാനാണ് കോൺഗ്രസും ലീഗും ശ്രമിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയെ നിർത്താനില്ലെന്നും BDJSന് സീറ്റ് വിട്ടു നൽകുമെന്നും മറ്റുമുള്ള മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ പട്ടാമ്പി, ബേപ്പൂർ, വടകര മോഡൽ ആവർത്തിക്കാനാണ് ശ്രമമെന്ന് വ്യക്തം. നിലമ്പൂരിലെ UDF ക്യാമ്പ് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് വഴുതി മാറുമ്പോൾ LDF ഒത്തൊരുമയുടെ ഒറ്റ മനസ്സായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുകയാണ്. 2 ദിവസത്തിനകം LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ജൂൺ 1-ന് വൈകിട്ട് നിലമ്പൂരിൽ LDF കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതോടെ LDFന്റെ പ്രവർത്തനം സജീവമാകും. 2ാം പിണറായി സർക്കാർ വന്നതിനു ശേഷം നടക്കുന്ന 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ സിറ്റിംഗ് സീറ്റായ നിലമ്പൂർ നിലനിർത്തുക തന്നെ ചെയ്യും. നേരത്തെ ചേലക്കരയിൽ നേടിയതുപോലെ നിലമ്പൂരിലും LDF വിജയക്കൊടി പാറിക്കും. തുടർച്ചയായി 3ാമതും LDF സർക്കാർ രൂപീകരണത്തിനുള്ള കാഹളമായിരിക്കും നിലമ്പൂരിൽ നിന്ന് ഉയരുക എന്നും ലേഖനത്തിൽ പറയുന്നു. അതേസമയം അൻവറുമായുള്ള തർക്കം തീർക്കാൻ UDF ശ്രമങ്ങൾ തുടരുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനായി രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയുമാണ് മുൻകൈയെടുക്കുന്നത്. കേരളത്തിലെ നേതാക്കളുമായി അൻവർ ചർച്ച നടത്തട്ടെ എന്നുള്ള തീരുമാനമാണ് KC വേണുഗോപാൽ അൻവറിനെ കാണാൻ വിസമ്മതിച്ചതിന് പിന്നിലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ KCയെ വിലക്കിയിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അൻവർ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്തതാണ് പ്രധാന പ്രശ്നമെന്നും തൃണമൂൽ ദേശീയ പാർട്ടി ആയതിനാൽ ഇവിടെ സഖ്യമുണ്ടാക്കാൻ തടസ്സമുണ്ടെന്നും സണ്ണി ജോസഫ് പറയുന്നു. എന്നാൽ അസോസിയേറ്റ് മെമ്പറായി പ്രഖ്യാപിക്കാൻ മടിയില്ല, അതിന് ധൃതി വെക്കേണ്ടെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. അൻവർ തീർത്തണമെന്നുള്ളത് തന്നെയാണ് തന്റെയും VD സതീശന്റെ നിലപാട്. അൻവർ തീർത്തി വരണം എന്ന് തന്നെയാണ് സുധാകരന്റെ നിലപാടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അൻവർ സ്വതന്ത്രമായി മത്സരിക്കില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു.